ആമിന, ഞാൻ മോളുടെ വീടിന്റെ അതിലെയാ പോകുന്നേ. ഞാൻ വീട്ടിൽ വിടാം, കേറിക്കോ. പോകാൻ ടീച്ചറെ. പോകുന്ന വഴിക്ക് രാധികയുടെ കുഞ്ഞിനെ ഒന്ന് കയറി കണ്ടിട്ട് പോവാം. ആ കുഞ്ഞാവെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ശരി ടീച്ചറെ. എടാ, തൈ നട്ടു എന്ന് പറഞ്ഞ് തെങ്ങ് വളരില്ല. അതിന് നല്ലപോലെ തടമെടുത്ത് ചാരവും എല്ലുപൊടിയും കുമ്മായവും ഒക്കെ വളമായിട്ടിടണം. എന്നാലേ തെങ്ങ് നന്നായി വളരും. ഇവനോടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മുത്തശ്ശൻ രാവിലെ ദേഷ്യത്തിലാണല്ലോ. ഇതാരാ? ടീച്ചറോ? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു മുത്തശ്ശ? എന്തോ പറയാനാ, ഇവന്മാർക്കൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. എനിക്കാണെങ്കിൽ ജോലി ചെയ്യാനുള്ള ആവതുമില്ല. ബിന്ദു ടീച്ചറോ? കയറിവാ ടീച്ചറെ, കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട്. എവിടെ നമ്മുടെ മിടുക്കൻ? അച്ഛന്റെ കൂടെ കളിക്കുകയാണോ? അവൻ ഇവിടെ ഇരിപ്പുണ്ട് ടീച്ചറെ. വാ 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 വാ, വാടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ടീച്ചറിന്റെ കയ്യിൽ അഴുക്കാണോ നീ നോക്കുന്നേ? ഞാൻ പോയി കൈ കഴുകിയിട്ട് വന്നിട്ട് മോനെ എടുക്കാം. രാധികെ, എങ്ങനെയുണ്ട് ഇവൻ? വികൃതിയാണോ? ഒരു കുഴപ്പമില്ല ടീച്ചറെ. ഒരു സ്ഥലത്തിരുത്തിയ അവിടെ ഇരുന്നോളും. കരയാറൊന്നുമില്ല. TV കാണലാണ് പ്രധാന പരിപാടി. രാധികേതാ ബീനേ സുല്ലും വരുന്നു. നീ പോയി എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ടീച്ചർ അറിഞ്ഞായിരുന്നോ? ഇവരുടെ വീട്ടിലും ഒരു കുഞ്ഞുവാവ് വരാൻ പോവാ. അതെയോ? നല്ല വാർത്തയാണല്ലോ. ഇതിപ്പോ എത്രാമത്തെ മാസാ ബീനെ? 3ാമത്തെ മാസാ ചേച്ചി. ആഹാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ബീന? ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തിയായിരുന്നോ? ആശുപത്രിയില് പോയില്ല ചേച്ചി. ആശുപത്രിയിൽ പോയില്ലേ? അതെന്താ സുനിലെ, ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോകാഞ്ഞേ? അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ല. വെറുതെ എന്തിനാ കാശ് കളയുന്നത്? അങ്ങനെയല്ല സുനിലെ, ഗർഭിണികൾക്ക് മതിയായ ചികിത്സ നൽകണം. അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നേ. പറഞ്ഞത് ശരിയാ സുനിലെ. നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ സിസേറിയനൊക്കെ വേണ്ടിവരും. അത് ഇതിനേക്കാൾ പണച്ചെലവ് വരുന്ന കാര്യമാ. രാധികെ, ഇത് പ്രസവ സമയത്തെ മാത്രം പ്രശ്നമല്ല. നിങ്ങളുടെ കുഞ്ഞ് വലുതാകുമ്പോ എന്തായി തീരുമെന്നും അവന്റെ സ്വഭാവം എങ്ങനെയാവുമെന്നും തീരുമാനിക്കുന്നത് ഗർഭിണിയാകുന്ന ആദ്യ മാസം മുതൽ കുഞ്ഞിന്റെ 2 വയസ്സ് വരെ നിങ്ങൾ നൽകുന്ന കരുതലാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിനങ്ങൾ അവന്റെ ഭാവി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചേച്ചി, അതെന്താ ഈ 1000 ദിവസങ്ങൾ? അമ്മയുടെ ഉദരത്തിലുള്ള 270 ദിവസവും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുള്ള ആദ്യ 2 വർഷവും ഉൾപ്പെട്ടതാണ് ഈ 1000 ദിനങ്ങൾ. കുട്ടിയുടെ ആരോഗ്യം, ബുദ്ധിശക്തി, ഉയരം, വിദ്യാഭ്യാസം, ഭാവിയിൽ വരുമാനമുണ്ടാക്കാനുള്ള കഴിവ് എന്നിവയെ നിശ്ചയിക്കുന്നത് ഈ 1000 ദിനങ്ങളാണ്. എന്ത് പ്രശ്നം ഉണ്ടാവുമെന്നാ ചേച്ചി പറയുന്നേ? നിങ്ങൾക്കറിയോ, ഏറ്റവും അധികം കുട്ടികൾ മരിക്കുന്നത് ആദ്യത്തെ 1 വർഷത്തിനുള്ളിലാണ്. ജനിച്ച കുട്ടിയുടെ വളർച്ചയിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയല്ലാത്ത കുട്ടിയുടെ ഉയരം കുറയും, ബുദ്ധിയുടെ അളവ് കുറയും, പഠിക്കാനുള്ള കഴിവ് കുറയും, രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുണ്ടാകും. കുട്ടി വളരുമ്പോഴുള്ള പെരുമാറ്റത്തിലും പ്രശ്നമുണ്ടാകും. ഭാവിയിൽ ജീവിതത്തിൽ സമ്പാദിക്കാനുള്ള കഴിവ് കുറയും. സ്കൂൾ ദിനത്തിലും ജോലി സമയത്തും അസുഖങ്ങൾ കാരണം നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നോ. ബീനയുടെ വീട്ടിൽ ഇടയ്ക്ക് വഴക്ക് നടക്കാറുള്ളത് എനിക്കറിയാം. വീടുകളിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഗർഭിണിയായ സ്ത്രീക്കുണ്ടാകുന്ന മാനസിക സംഘർഷം പോലും കുട്ടിയെ ബാധിക്കും. ഇതിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടോ മോളെ? നിങ്ങൾ എന്താ മക്കളെ ഇതൊന്നും ഇത്ര നാളായി ശ്രദ്ധിക്കാഞ്ഞു? മക്കളെ മാത്രം കുറ്റം പറയേണ്ട മുത്തശ്ശ. ഒരു തെങ്ങിന്റെ വളർച്ചയിൽ ഇത്രയും ശ്രദ്ധ കൊടുക്കാമെങ്കിൽ സ്വന്തം ചെറുമകനെ മക്കൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൂടെ? കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവരുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. രാധികയല്ലേ പറഞ്ഞത് കുട്ടി അധികം ബഹളമില്ലെന്ന്? ആമിനിയുമായി കളിച്ചപ്പോ അവൻ എന്ത് ആക്റ്റീവാണെന്ന് നോക്ക്. വീട്ടിലുള്ളവർ കുട്ടികളെ എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ ചൂട് കിട്ടണം. അവരോടൊപ്പം കളിക്കണം, പാട്ട് പാടണം, കഥ പറയണം. ഇനിയിപ്പോ എന്താ ടീച്ചറെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഗർഭകാലത്ത് ഇരുമ്പ് ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കണം. ഉദാഹരണത്തിന് പച്ചക്കറികൾ, ഇലക്കറികൾ, ബീൻസ്, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കണം. ഗർഭിണികൾക്ക് നിർബന്ധമായും വൈദ്യപരിശോധന ഉറപ്പുവരുത്തണം. പോഷകാംശങ്ങൾ അടങ്ങിയ ആഹാരം പ്രത്യേകമായി നൽകേണ്ടതുണ്ട്. അനീമിയ അല്ലെങ്കിൽ വിളർച്ച കുറയ്ക്കാനായി IFI ഗുളികകൾ കഴിക്കണം. അമ്മമാർക്ക് വിറ്റാമിൻ A, കാൽസ്യം, സിങ്ക് എന്നിവ നൽകണം. അയഡിൻ ഉപ്പ് ഉപയോഗിക്കണം. ഗർഭിണികൾക്ക് മതിയായ വിശ്രമം നിർബന്ധമായി നൽകണം. ഇതെല്ലാം ഗർഭസ്ഥ ശിശുവിനും അമ്മയ്ക്കും ആരോഗ്യമുണ്ടാവാൻ സഹായിക്കും. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുക. കുഞ്ഞിന് ജനന വൈകല്യങ്ങളോ ജന്മനായുള്ള ഹൃദ്രോഗമോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചികിത്സിക്കുകയും വേണം. 7ാം മാസം മുതൽ കുഞ്ഞിന് ഗുണനിലവാരമുള്ള ഭക്ഷണം സമയക്രമമനുസരിച്ച് നൽകണം.
1-ാം ജന്മദിനത്തിന് മുൻപ് 5 പ്രതിരോധ കുത്തിവയ്പും നിർബന്ധമായും എടുക്കണം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വർഷത്തിൽ 2 വീതം 9 പ്രാവശ്യം വൈറ്റമിൻ എ തുള്ളിമരുന്ന് നൽകണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികളെ നാളെയിലേക്കുള്ള വെല്ലുവിളിക്ക് ഇപ്പോഴേ സജ്ജമാക്കാം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്നത് അടുത്ത തലമുറയാണ്. മാതാപിതാക്കളുടെ കരുതലാണ് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ കരുത്ത്.